പറഞ്ഞേക്കും കായ് കൊടുക്കാൻ അങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ കുട്ടി ആകെ മരവിച്ചു. അസ്സലാമു അലൈക്കും. അപ്പൊ മോനെ പരിപാടിയില്ലേ? ചായയും കടിയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ സഹായത്തിന് ഇമ്മമ്മ എന്നല്ല ഇവിടെ നിന്നിക്കണത്. ഇമ്മമ്മ മിറ്റടിച്ചു വരികയാണ്. ആകെ അടിച്ചു തന്നു, മിറ്റടിച്ചു തന്നു. ഇപ്പൊ അവിടെ ആരോടോ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ആർക്കറിയാം, ഓരോ ഇതിന് വരികയല്ലേ, അതേ കാരണം. ചമ്മന വിളിച്ചിട്ടില്ലേ? എപ്പോഴാ വരുന്ന വിളിഞ്ഞിന്ന്? 10:00. അവളിപ്പ ഇന്നലെ വീണ വർത്താനം പറയണ. എടി എപ്പളാ ഇന്ന് കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോണല്ലേ? എപ്പളാ വരുന്നേ? എന്നാ വേ നോക്കോ. നിന്നെന്തൊക്കെയാ നേരത്തെ കണ്ടിണ്ടാക്കിയേ? നേരത്തെ കറി എന്ത് ബാജിക്കറി. ചോറായോ? അങ്ങനെ അവളെ പണിയൊക്കെ കഴിയാനായില്ലേ? അതൊക്കെ കഴിയും. തുറക്കല്ലേ? അങ്ങനെ ഓളെ പരിപാടികളൊക്കെ കഴിഞ്ഞ അന്നോളം ഇങ്ങോട്ട് വരും. കാരണം കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിക്കണം 3 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ കുടിച്ചാൻ വേണ്ടി ആ ഫോണ് മമ്മ ഇന്നലെ ഇവിടെ ഇനി മമ്മ ഇന്നലെ വന്നുകാണ്ട് പോകാൻ വേണ്ടി വന്നിക്കാ. കണ്ടപ്പോ പോകാൻ തോന്നിയില്ല. എന്താ ഞാൻ തലേനെ പോയാലും എന്താ എങ്ങനെയാ അവിടെ നിൽക്കുക എന്നെ. അപ്പൊ ഇപ്പൊ ഇന്നലെ വീണു. നല്ല ബുദ്ധിക്കാരനാണ്. ഒത്തിരി മണ്ണിങ്ങനെ വീണ പഠിച്ചറമ്പ. നിങ്ങളൊക്കെ എന്റെ കുട്ടിന്റെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ കുട്ടികൾക്ക് പോയി 10-15 കൊല്ലം പണിയെടുത്ത് കുറച്ച് ആദ്യമൊക്കെ പണിയെടുക്കുന്ന പൈസയൊക്കെ കിട്ടും. അങ്ങനെ ഇങ്ങനെ പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ പണിയെടുക്കും. അവിടെ കുറച്ച് ദിവസം പണിയെടുക്കും. അവിടുന്ന് പറയുമ്പോൾ കൊഞ്ച് പൊയ്ക്കടാന്ന് ഞാൻ പറഞ്ഞേക്കും കായ് കൊടുക്കാൻ. അങ്ങനെ എൻ്റെ കുട്ടി ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ കുട്ടി ആകെ മരവിച്ചു. ഈ വീഡിയോക്കെ അങ്ങനെ ആൾക്കാർക്ക് പണിയെടുത്താ ഞങ്ങൾ ചോദിച്ചാൽ കഴിയില്ല. ആരെ കിട്ടാണ് മനസ്സറിഞ്ഞാണ്ട് അള്ളാനെ പേടിയില്ല. ഞാൻ കായിൻ്റെ കുട്ടിക്ക് കൊടുത്തൂടെ? ആ ഇടങ്ങാറാണ്ട് അന്നൊക്കെ ഇടങ്ങാറായിക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് പഠിച്ചോൻ കൊടുക്കും. എൻ്റെ കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചിട്ടാണ്. ഈ നാട്ടിലല്ല, ഗൾഫ് രാജ്യത്ത് പോയി കണ്ട് പണിയെടുത്ത് കണ്ടിട്ട് കുറച്ച് ദിവസം പണിയെടുക്കും. ഒരു വേറെ അങ്ങനെ കണ്ട് ഇടഞ്ഞ് പണിയില്ല എന്നാൽ പണിയത്തെ കായ് കൊടുക്കും. അതും ചെയ്യില്ല. അതിനിപ്പൊ ചോദിച്ചൂല. ഇപ്പൊ ചോദിച്ചൂല പണിയില്ലാണ്. ഇപ്പൊ അവിടുന്ന് പോകും വേറെ ആരോടും പണിയുണ്ട് ചോദിച്ചു. അങ്ങനെ ആരോടൊന്നും പറയാത്തോളല്ലേ പാടില്ല. ഈ ഭാഗത്ത് അടിച്ചാൽ ഈ ഭാഗത്ത് അടി കൊടുക്കാതെ ഒന്നിനെ ഇഞ്ഞ് അടിച്ചു എന്നോ ചോദിച്ചില്ല. അങ്ങനത്തെ ഒരു മനസ്സിലായി. അപ്പൊ എൻ്റെ കുട്ടി വീണ് നീച്ചു അതിന്റെ വേദന ഇപ്പൊ ഒരു പെട്ട തളന്റെ വേദന എന്തേക്കാൻ നിങ്ങൾക്ക് അറിയണ്ട ചാടിച്ചോളി. അപ്പൊ നല്ല പോകാൻ നിക്കേനി. അപ്പോഴാണ് കൊടുക്കണ്ട. പഠിച്ചോന്റെ കുട്ടിന്റെ വിജയം മാറ്റി കൊടുത്താൽ മതി. ഓനെ നയിച്ചും വേണ്ട. ഓന്റെ മകൻ ഓനെ പൊന്നോനെ നോക്കും. ഓന്റെ മകനും ഓന്റെ പെണ്ണുങ്ങളും മക്കളും ഓനെ നീച്ച് നടക്കാൻ വികാരം നടക്കാൻ വെച്ചിട്ടിയാൽ മതി. ഒരു എവിടെയൊക്കെ പറയുന്ന അവിടുത്തെ മരുന്നിനൊക്കെ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകും. പക്ഷെ റബ്ബൻ്റെ വൈദ്യൻ്റെ കുട്ടീൻ്റെ വിചാരം മാറ്റി കൊടുക്കണ മാറിക്കോളും. ഞങ്ങള് കരഞ്ഞോണ്ട് ഇതായോണ്ടൊന്നും ഇതാവൂല. പഠിച്ചോ ഒന്നും കരുതിയിട്ടില്ലേ? ചാടിച്ചാണിനി. അപ്പൊ അമ്മ ഇവിടുത്തെ പണി കജായിട്ട് ഞങ്ങള് മിറ്റൊക്കെ അടിച്ചോരി കൊടുത്തൂല്ലേ? ആകെ അടിച്ചോരി കൊടുത്തു, മിറ്റടിച്ചോരി കൊടുത്തു. ഞാൻ ചെയ്തേ ഇങ്ങനെ കുട്ടീൻ്റെ മനസ്സിന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നാലും എന്താവാ അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് കണ്ടു. പിന്നെ ഇപ്പം ഞാൻ എന്താ കാട്ടിനെ എങ്ങനെയോ ഞാൻ പോവുക. എത്ര വട്ടാണ് ഞാൻ വന്നത് വാരിപ്പം നോക്കി രണ്ടിക്ക്. ഇപ്പൊ ആ കാണുന്ന കോൺക്രീറ്റ് ഇട്ട റോട്ടില് നടക്കാൻ പോയതാന്നല്ലേ ഒരു വടി കിട്ടിക്കണ്. പോണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാ. പറഞ്ഞാ കേക്കൂല. അതാണ്
ഒരു വടി മോന് വെച്ചാന്നില്ല മൈൻഡ് പോലില്ല. അതാണ് അതാണ് വിഗല് ഏറണത്. നമ്മള് മൂത്രമൊഴിച്ചാകുമ്പോ നമ്മളൊന്നും ഇടക്ക് വിളിച്ചൂലാണ്ട് നീച്ച് പോവാണ്, അപ്പോഴാണ് വിഗണത്. വിളിച്ച് പോയാലും നമ്മ കുടിച്ചുമ്പോ കുഴപ്പമില്ല. ഒരു മനുഷ്യനെ 2 മനുഷ്യനെ താങ്ങിയാൽ കിട്ടൂല. ഓന്റെ കാല് ഒരു നിലത്ത് ഒരു കുട്ടം കിട്ടില്ല. കാല് ഓന്റെ കാല് ഓന്റെ അടുത്തല്ല. അല്ല കാലല്ല. എന്നിട്ട് ഒരു വടി കിട്ടിയിട്ട് ആ മുറ്റത്ത് കൂടെ 2 റൗണ്ട് നടന്നിക്കണെന്നല്ല. 2 റൗണ്ട് നടന്നു. 3ാമത്തെ റൗണ്ട് നടന്ന് ഇങ്ങോട്ട് കേറിയതാണ് നമ്മളെ പെരന്റെ തിണ്ടുമക്ക്. അതാണ് തല അടിച്ച് വേഗം ഒറ്റ പുകയില്. ഞാൻ ആ റൂമ് കിടക്കണ വെച്ച് അങ്ങോട്ട് കേട്ടു സൗണ്ട്. കോൺക്രീറ്റ് അല്ലത്. ആ കടത്താണ്ട് കടന്ന് ബോധം പോയി. എല്ലാരും വണ്ടിയെന്ന് ആ റോട്ടിലല്ലേ നീപ്പിച്ചപ്പോ കജ്ജും കാലൊക്കെ കൊയഞ്ഞ് തലയൊക്കെ കൊയഞ്ഞ് കിടക്കുകയാണ്. ബോധം പോയില്ലേ. വെള്ളമൊക്കെ കൊടുത്ത് ആ സ്തമ്മ കണ്ടിട്ട് ഉമ്മാക്ക് പിന്നെ ഉറക്കമില്ല അതുമില്ല. നമ്മളൊന്നും വിഗണ പക്ഷെ റോട്ടൊക്കെ ഇറങ്ങണ്ടില്ല. ഇനി കൊറേ വട്ടം പറഞ്ഞപ്പ വെഗും അത് കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ വീട് കഴിഞ്ഞപ്പോ വാണ്ടില്ല ഇനി തോന്നുന്നുണ്ട്. തലയൊക്കെ ഭയങ്കര വേദനയാണ്. ഇപ്പൊ ഇപ്പൊ രാവിലെ തന്നെ വേദന്റെ ഗുളിക കുടിച്ച് കിടക്കുക. രാത്രി ഇന്നലെ സംഭവം ഇന്നലെ വൈകുന്നേരത്ത് അകത്ത് കൂടെ എക്സസൈസ് ചെയ്ത് നടന്നാ മതി പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ എക്സസൈസ് ചെയ്യാനും വെക്കൂല. കയ്യും കാലും മൈൻഡില്ല. ഈ കഴിച്ചോ കാര്യമൊന്നും അനക്കി വെക്കാനുള്ള മൈൻഡ് ഓന് കിട്ടണില്ല. നമ്മൾ എത്ര വട്ടം പറഞ്ഞാലും അത് ഒന്നങ്ങോട്ട് അപ്പ ചെയ്യാന്നല്ലാതെ അത് ശരിക്കും ചെയ്യാൻ കഴിയൂല. ഒന്നും ഇങ്ങനെ വല്ല ആടുള്ളൂ. കൈയാണേലും കാലാണേലും. ഇരുന്നോളി. ഇപ്പൊ ഇന്നലെ 2 പിന്നെയും പൊട്ടിച്ചിക്കണു കസേര. ഇന്നലെ മിഞ്ഞാന്ന് ഇന്ന് നീച്ചില് പൊട്ടി. ഇനിയിപ്പൊ തന്നെ ഉള്ളു ഈ 3 ആ തൊടുവിൽ എത്രങ്ങാനും പൊട്ടിയ കസേരകളാ. ഇരുമ്പിന്റെ കസാരയും പൊട്ടിക്കണം. അപ്പൊ തടി എത്ര വേദന ഉണ്ടാവും. കസേര അങ്ങ് പൊട്ടണ്. അപ്പൊ തടിക്കോ മരത്തിന്റെ കുത്തി കേറി. കയ്യുമ്മ കൂടെ കുത്തി കേറി മരം. അത് അങ്ങനെ ഇരുന്നിരുന്ന അതിന്റെ സൈഡൊക്കെ ആടലുറങ്ങി തോണി. അപ്പൊ അവിടെ ചീന്തിക്ക് ഈ കാരം ഇരുമ്പും വെച്ച മരം വെച്ച പിന്നെ പ്ലാസ്റ്റിക് വീണ്ടും വെച്ച പിന്നെ ഞാൻ എന്താ ഞാൻ പറയാ മറ്റേ ചൂരൽ എന്താ മുളന്റെ പോലത്തെ ഞാൻ അതൊക്കെ പറ്റും. അത് കുത്തി കയറൂലേ. അതും കോറും. അത് 2 ഇരുത്തണ്ട് ഒന്നായിട്ട് ഇരിക്കണേ. നീച്ചിട്ട് നമ്മള് വിഗ്ഗ ആ വിഗ്ഗല് ഒരു നീച്ചനും പാടെ നീച്ചും. അപ്പോഴുണ്ട് വിഗ്ഗ അതമ്മ കൂടുകയല്ല. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ അങ്ങനെ പൊട്ടാണ്. ചാടിച്ചോളി. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കണ്ട. ഇനി എപ്പോഴാ പോണാവല്ലേ നിങ്ങള്? ഞാൻ കുടിച്ചോണ്ട് പാക്ക് കൊടുക്കണ്ടേ? പാക്ക് കൊടുത്തോ? ഇന്ന് പൊട്ടും ഭയമാണ്. പൊട്ടും ഭയം തിന്ന് ഞാൻ പണ്ട് പാടിയില്ലേ. എന്റെ ഇപ്പൊ പോയി പറഞ്ഞാണ്ട്. എപ്പോഴാ കൊണ്ടാവാൻ വരികയാവല്ലേ? ഒരു പണി കിട്ടുമോ? ഒരു നീക്കുമ്പോഴൊക്കെ പറയാവും. എപ്പോഴേലും കറക്കുക വീടിയതൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇന്ന് കുട്ടീനായിട്ട് മരുന്നിന് പോണം. അപ്പോത്തിന് ഞങ്ങള് വരുമ്പോത്തിന് ഞങ്ങള് പോയിക്കാരോ. എന്താണ് അല്ല ഞാൻ പറഞ്ഞ പോരില്ല. കരുതിയിട്ട് പോരൊന്നും വേണ്ട. നമ്മള് വെറുതെ പോരാൻ പൂതി ഉണ്ടെങ്കിൽ പോന്നോളി. അങ്ങനത്തെ പൂതിയൊന്നുമല്ല. എന്നാ പിന്നെ വരണ്ട.
തടിയേറ്റ് അടങ്ങി കൊത്തിരുന്നോളി. ഇപ്പൊ നല്ല കട്ട ഉറങ്ങ ഉറങ്ങ. വേദന എങ്ങനെ ഉണ്ട്? ഉണ്ടല്ലേ തല? നല്ല വേദന ഉണ്ടല്ലേ? അങ്ങനെ നമ്മളെ ചെക്കന്മാരൊക്കെ മദ്രസ ഇട്ട് വന്ന് വിളിച്ചിട്ട് കൊടുക്കാണ്. കൊറേ നേരം നിക്കണ്. പിന്നെ കാക്കു കുട്ടിനെ കൊഞ്ചിച്ചാണ് കാക്കു. ആരമാതിരിയാടാ കുട്ടി? ആരമാതിരിയാ? എല്ലാരും എന്റെ മാതിരിയാന്ന് പറയുന്നത്. എന്റെ അതിരിയാന്ന് പറയുന്നത്? പരീക്ഷയാണ്, പോണില്ലേ? പോയിക്കോളിട്ട് അരു കൂടെ പോണട്ടോ. അവിടെ ഉണ്ട്. മറ്റൊക്കെ കാട്ടിലെത്തിയോ? സലാം പറ. അയില കേറുക, ഇതിലെ കേറും ഇങ്ങനെ. ആര് ഓൻ പോകയില്ലേ? ഞാൻ കുന്നും കൂടെ കേറി അങ്ങനെ പോവും. അങ്ങനെയുണ്ട്. കളിച്ചാൻ വേണ്ടി വജ്ജ മോട്ടറിന് കാട്ടി കൊടുത്താണ്. ഏതാ അത് താഴത്തെ കൂടെയാണ്. അതിലില്ല, ഞങ്ങൾ നാളെ ചുറ്റി അടിച്ചുകൊണ്ട് ആ കൊറേ വജ്ജുണ്ട്, പക്ഷെ കുറച്ച് എനിക്ക് പോണമെന്നുള്ളു. എല്ലാവരും കയറ്റിട്ട് ഒഴിപ്പ് കൂടെയൊക്കെ ഞങ്ങളെ കൊണ്ടത് വെളി കാട്ടി കൊടുത്താണ്. ഏതായിരുന്നു മേലക്കൂടി. ഓയ് ആ മുട്ടായി, മുട്ടായി വേണല്ലേ? എവിടെ? ഇല്ല, ഇത് മോണ്ടനൊക്കെ ആശുപത്രിയിൽ നിന്ന് സ്കൂൾ കൊടുത്തോണ്ടി ഞാൻ വാങ്ങിക്കൊടുത്തേന്. മറ്റോന്റെ നില കൊടുത്തേക്കണ. അരു കൂടെ പോണട്ടോ. നിങ്ങളിപ്പോ ഓരോ തിന്നോണ്ടിട്ടോ, ഒരിക്കൊക്കെ കൊടുത്തിട്ട് ഒന്നൊക്കെ കൊടുക്കോണ്ടിട്ടോ, ഒന്നും അവനും കൊടുക്കോണ്ടിട്ടോ, മുട്ടായിക്കളെ രണ്ടാളും കൊടുത്തോണ്ടിട്ടോ. അരു കൂടെ പോയിക്കോ, അടങ്ങി പോയിക്കോളിട്ടാ. അതിലെ പോണിച്ചോക്കിന് പോയി, നല്ല വൈക്ക് പോയി. എന്നെയാണ് അതില് കാട്, മറ്റേ നടന്ന് കാടൊക്കെ പോയി. ഞാൻ മേലത്തെ പെരീത്തെ കുട്ടി ഉണ്ടോരപ്പം.